ഹായ്, ഞങ്ങളിതാ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. പുറത്തോട്ടെന്ന് പറഞ്ഞാൽ പാടത്തോട്ടൊക്കെ ഒന്ന് വന്നതാണ്. ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ലീവൊക്കെ ആണല്ലോ. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും വീടിനടുത്ത് പാടാണ്, അവിടേക്കൊന്ന് വന്നതാണ്. പണ്ടൊക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന നിറയെ നെൽപ്പാടങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ നെൽപ്പാടങ്ങളൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നെൽപ്പാടങ്ങളുള്ളൂ, പിന്നെ കവുങ്ങും വാഴയൊക്കെയാണ് കേട്ടോ. പക്ഷേ യൂട്ടനൊന്നും നടക്കാൻ അറിയില്ല പാടത്തു കൂടെ. പാടത്തിൻ്റെ വരമ്പിന് വീതിയൊന്നും ഇല്ലാണ്ടായിരിക്കുകയാണ്. കുറച്ച് നെൽപ്പാടങ്ങളെ കാണാൻ പറ്റുള്ളൂ. സൂര്യൻ ദാ അസ്തമിക്കാറായി നിൽക്കുകയാണ് കേട്ടോ. ആ കാഴ്ചയാണ് ഈ കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പക്ഷേ കൂടുതലും ഇപ്പോൾ നെൽപ്പാടങ്ങൾ ഫുള്ളും ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നെൽപ്പാടങ്ങളേ ഉള്ളൂ. നെല്ലിതാ വിളവെടുക്കാനായി കൊണ്ട് വരികയാണ് കേട്ടോ. നല്ല സ്വർണ്ണ കളറിൽ നെൽക്കതിരുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നെല്ലേ ഉള്ളൂ, ബാക്കിയൊക്കെ വാഴയും കോങ്ങൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഭംഗി കാണുന്ന നെൽപ്പാടങ്ങൾ തന്നെയാണ് കേട്ടോ. സൂര്യൻ്റെ അസ്തമയ സമയത്ത് ആ രശ്മികൾ നെല്ലിനിങ്ങനെ തട്ടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടികളുമായിട്ട് കുറച്ച് നേരം അവിടെ കളിക്കുകയും നടക്കുകയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വന്നതാണ് കേട്ടോ. പക്ഷെ അവിടെ കളിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ കുറച്ച് നേരം അവിടെ ഇരുത്തി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുക ചെയ്ത് കേട്ടോ. നല്ല രസമായിരുന്നു. അതുപോലുള്ള വീഡിയോ കാണാൻ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ പാടവരമ്പുകൾ കണ്ടില്ലേ, ഇതൊക്കെ പന്നി കുത്തി നിരപ്പാക്കിയ പാടവരമ്പുകളാണ് കേട്ടോ. അപ്പോൾ വീതിയൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. വൈകുന്നേരമായ പന്നികളൊക്കെ വരും, പാടത്തൊക്കെ കുത്തി മറിയും കേട്ടോ. നമുക്ക് വൈകുന്നേരമായ പാടത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വൈകുന്നേരം പോയിട്ട് പകൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ ആദ്യം തന്നെ എപ്പോഴും വെക്കേഷൻ എല്ലാവരും വരുന്ന സമയത്ത് ലീവുകളിലപ്പോൾ ഒക്കെ കൂട്ടുകാരെല്ലാവരും കൂടെ അവരുടെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഒന്നിച്ച് പാടത്ത് വന്നിരിക്കാറുണ്ട് കേട്ടോ. കുറേ നേരം കളിപ്പിക്കാറുണ്ട്. അപ്പോൾ നെൽപ്പാടങ്ങളൊക്കെ ആകുമ്പോൾ കുറേ ദിവസം ഒഴിഞ്ഞ് കിടക്കാറുണ്ടാവും. നെല്ല് കൊയ്ത് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പാടങ്ങളൊക്കെ ഒഴിഞ്ഞ് കിടക്കും. കുറേ നേരം കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴൊന്നും അതിന് പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊന്ന് കളിക്കാൻ പോലും അവിടെ പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ കാണിച്ചു കൊടുത്തിട്ട് പോരുകയാണ് ചെയ്തത് കേട്ടോ. പണ്ടൊക്കെ ഈ നെൽവരമ്പുകളിലൂടെയാണ് ഞങ്ങൾ സ്കൂളിലോട്ടൊക്കെ വന്നിരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു വരാൻ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും കേട്ടോ പാടത്തോട്ട്. നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴൊന്നും അതുവഴി വരാൻ പോലും പറ്റില്ല. ഈ പാടങ്ങളുടെ നടുക്കൊരു കുളം ഉണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർമ്മകളാണ് കേട്ടോ. ഓർക്കാൻ സുഖമുള്ള നല്ല ഓർമ്മകളായിരുന്നു അതൊക്കെ കേട്ടോ. ഇപ്പൊന്നും അതൊന്നും ഇല്ല കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി പാടം എന്ന് പറയാനൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് എല്ലാവരെയും കൂട്ടി ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് വരാറുണ്ട് കേട്ടോ. നല്ല രസമാണ്. പക്ഷെ അവരെ കൂട്ടി വരുമ്പോൾ കുറച്ച് നേരമൊക്കെ നിന്ന് അവർക്ക് അതൊക്കെ കാണിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വരികയാണ് കേട്ടോ ചെയ്തത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക് പഴയ ഓർമ്മകളൊക്കെ പുതുക്കി ഇടയ്ക്കൊക്കെ നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ.